ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് എനിക്ക് ഓഫുള്ളൊരു ദിവസം കേട്ടോ. അപ്പം ഞാൻ കരുതി നമുക്കിന്ന് കുറച്ചധികം പരിപാടികളുണ്ട്. അധികം മീൻസ് നമുക്കൊന്ന് വണ്ടിയൊക്കെ കഴുകാൻ പോകണം, പിന്നെ കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ട്. ഐസ് അരയ്ക്കുന്ന കേട്ടോ ഉണ്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കെങ്കിൽ ഒരു വീഡിയോ ഒക്കെ എടുക്കാം, ടൈമുണ്ടല്ലോ. അങ്ങനെ വണ്ടി കഴുകാൻ പോകുമ്പം ഈ വണ്ടിക്കകത്ത് ഐസ് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നമ്മളെ കയറാൻ സമ്മതിക്കില്ല. അപ്പം അതുകൊണ്ട് വണ്ടിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ക്ലീൻ ആക്കി ഞാൻ ഓൾറെഡി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് മിനിമം എങ്കിലും സ്റ്റാർട്ട് ചെയ്താലേ വണ്ടിയുടെ മുകളിലുള്ള ഐസൊക്കെ പോരുള്ളൂ. പിന്നെ കുറച്ച് ദിവസമായിട്ട് എൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള ഗ്ലാസ് തണുപ്പ് കാരണം ഫ്രോസൺ ആയിപ്പോയി. ഗ്ലാസ് താഴുന്നില്ല. ലെറ്റ്സ് സീ, നമുക്കത് ഫിക്സ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഈ ഗ്ലാസ് കുറച്ച് ദിവസം കൊണ്ട് താഴുന്നില്ല ഗൈസ്. ഓ, കയ്യൊക്കെ മരവിച്ചു. ചത്ത് അയ്യോ, എൻ്റെ അമ്മേ, കൈയിൻ്റെ കോലം കണ്ടോ, ചുമന്ന്. ഭയങ്കര തണുപ്പാണ്. ഭയങ്കര തണുപ്പ് മീൻസ് ഭയങ്കര തണുപ്പ്. ഫ്രോസണായി പോകുന്ന തണുപ്പാണ് കൈയൊക്കെ. ഓ, തൽക്കാലം താണില്ലേലും കുഴപ്പമില്ല. നമുക്ക് വാർണിംഗ് ഉണ്ടായിരുന്നു, ഒരുപാട് ടൈമിൽ തണുപ്പിൽ എക്സ്പോസ്ഡ് ആവരുത്, ഫ്രോസ് ബൈറ്റ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ റിസ്ക് എടുക്കണ്ട. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു തണുപ്പ് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ കൈക്കാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തിരിക്കുന്ന കൈക്കാണ്. കൈയാണ് ആദ്യം മരവിക്കാറ്. ബാക്കി പിന്നെ ചെവി, ബാക്കി പാർട്സൊക്കെ പിന്നെ നമ്മൾ കവർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ കൈ പെട്ടെന്ന് തന്നെ ഒരുമാതിരി ഫ്രോസണായ അവസ്ഥയാവും. അപ്പം ഇന്നിപ്പോൾ വീഡിയോ എടുത്തരാൻ എൻ്റെ കൂടെ വേറെ ആരുമില്ല. അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കാണുന്ന സാധനമൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് കാർ വാഷിലോട്ടാണ്. വണ്ടിക്കകത്തിരുന്ന് സംസാരിക്കുന്ന കാരണം ചിലപ്പോൾ ഒരു എക്കോ ഉണ്ടാവും. കാർ വാഷിൽ നമുക്കിവിടെ എനിക്ക് തോന്നുന്നു കുറച്ച് ചീപ്പായിട്ട് കിട്ടുന്നൊരു പരിപാടി കാർ വാഷ് കുറച്ച് ചീപ്പാട്ടോ. അതായത് നിങ്ങൾ ഇപ്പം $25 നമുക്ക് ഒരു മാസം അൺലിമിറ്റഡ് ആയിട്ട് എല്ലാ ദിവസവും വേണമെങ്കിൽ നമുക്ക് പോയിട്ട് വാഷ് ചെയ്യാം. അതും മാക്സിമം 2 പ്രാവശ്യം നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. അപ്പം കമ്പയർഡ് ടു ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും കാർ വാഷ് കുറച്ച് ചീപ്പാണ്. അപ്പം നമ്മൾ കാർ വാഷിലോട്ടാണ് പോകും. നമ്മൾ നാട്ടിലത്തെ കാർ വാഷ് പോലെയല്ല. ഇവിടെ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. പോയിച്ചാൽ 2 ഫയർ ട്രക്ക് പോയി ഗൈസ്. അപ്പം നമുക്ക് നിർത്തി കൊടുക്കേണ്ടി വന്നു. അപ്പം ഞാൻ ഈ കാർ വാഷിൻ്റെ അകത്തോട്ട് പോകട്ടോ. ഇവിടെ ഇതൊക്കെ ക്ലോസ്ഡ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇനി ഒരാൾ അടച്ചു വെച്ചേക്കോ. സ്നോ ആയത് കാരണം ആക്കിയതാണോ എന്നറിയില്ല, നോക്കാം. ഇവർ സ്നോ ആയത് കാരണം അടച്ചു വെച്ചേക്കുന്നതായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വണ്ടിയൊക്കെ അകത്തോട്ട് കയറ്റി ആ കൺവെയറിനകത്തോട്ട് വെച്ചു. അവിടെ നിന്ന് അവർ ആദ്യം തന്നെ ഒരു ഫോം സ്പ്രേ ചെയ്തു. പിന്നെ ഇങ്ങനെ ഓരോ റൗണ്ട് ബൈ റൗണ്ടായിട്ട് വണ്ടി ക്ലീനിങ് പ്രോസസ്സ് തുടങ്ങിയിട്ടു. എല്ലാ സൈഡിൽ നിന്നും വണ്ടിയുടെ അടിഭാഗത്തും മേളിലും സൈഡിലെല്ലാം ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രഷസ് പിന്നെ എന്തൊക്കെയോ തുണികളൊക്കെ വെച്ചിട്ട് വണ്ടി ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ കുറച്ച് വെറൈറ്റി ലൈറ്റ്സൊക്കെ അടിച്ചിട്ട് വണ്ടിക്കകത്ത് എന്തൊക്കെയോ പണിയുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പിന്നെ വണ്ടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിയുമ്പം അവിടെ തന്നെ അതിൻ്റെ വാഷിങ്ങിൻ്റെ ഒരു സപ്പോർട്ട് വരും. ആ വാഷിങ് കൂടെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ഈ വണ്ടിക്കകത്തുള്ള നമ്മുടെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോക്കാൻ വേണ്ടിയിട്ട് എയർ അടിച്ചിട്ട് വെള്ളമെല്ലാം തെറിപ്പിച്ച് വിടുന്നുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ കൺവെയറിൻ്റെ വെളിയിലെത്താനാകുമ്പോഴത്തേക്കും അവിടെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് ഉണ്ടാവും. ആ വെയിറ്റിൻ്റെ അവിടെ റെഡ് ആയിരിക്കും കത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മാറിയിട്ട് അവിടെ ഗോ എന്നുള്ള പച്ച കത്തുമ്പോഴാണ് നമ്മൾ വണ്ടി എടുത്തിട്ട് പോകേണ്ടത് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അവിടെ സൈഡിൽ കണ്ടോ ആ 8, അതാണ് അവിടെ. അത് മാറിയിട്ട് ഗോ ആകുമ്പോൾ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാം. പനിപ്പാളി ഗൈസ്, അവിടെ വാക്വം കണ്ടില്ല വെളിയിൽ. അതുകൊണ്ട് വണ്ടി വാക്വം ചെയ്യാൻ പറ്റില്ല. വണ്ടി മൊത്തത്തിൽ ഒന്ന് വാക്വം ചെയ്യണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പുറത്തിറങ്ങിയിട്ട് അടിക്കാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കില്ല ഇപ്പോൾ. പിന്നെ ഞാൻ അവിടെ നിന്ന് നേരെ പോയാൽ നമുക്ക് പച്ച
പച്ചക്കറിയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അവിടെ പോയിട്ട് കുറച്ചധികം വെജിറ്റബിൾസ് ഒന്നും മേടിക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മളിത് എപ്പോഴും നമുക്ക് ഷോപ്പിങ്ങിന് പോകാൻ പറ്റില്ലല്ലോ അവിടെ. അപ്പോൾ പോകുന്ന സമയത്ത് നമ്മൾ ഒരു 2-3 ആഴ്ചത്തേക്കുള്ള പച്ചക്കറിയൊക്കെ മേടിക്കും. അങ്ങനെ ഇന്ന് സാമ്പാറൊക്കെ വെക്കാനുള്ള പ്ലാന് ഞാൻ കുറച്ച് വഴുതനയും വെണ്ടയ്ക്കും കോവയ്ക്കും ബീൻസും എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ചുമ്മാ അതിൽ കൂടെയൊക്കെ നടന്നു നോക്കി എന്തെങ്കിലും മിസ്സിങ് ആയിട്ടുള്ള സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് മേടിക്കാൻ തോന്നിയാലോ എന്ന് കരുതി. പിന്നെ അങ്ങനെ കറിവേപ്പിലയൊക്കെ എടുത്തു. അതിനുശേഷം നമുക്കിന്ന് നാരങ്ങ മേടിക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ നാരങ്ങ തപ്പി നടക്കുമായിരുന്നു അവിടെ. നാരങ്ങ മേടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നാരങ്ങയുടെ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ നാരങ്ങ തപ്പിക്കൊണ്ട് നടന്നത്. പിന്നെ പോയി സവോളയൊക്കെ എടുത്തു. സവോളയ്ക്ക് ഇവിടെ നമുക്ക് ഇതുപോലെ ചാക്കിനകത്താണ് കിട്ടുന്നത് കേട്ടോ. അപ്പം ഈ സവോള എടുത്തു. പൊട്ടറ്റോയ്ക്കും ഇന്ന് അവിടെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. $3 ഒരു ബാഗ് പൊട്ടറ്റോ എനിക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ പിന്നെ പൊട്ടറ്റോ ഒക്കെ എടുത്തു. അങ്ങനെ ഫൈനലി ഞാൻ നാരങ്ങയുടെ അടുത്തെത്തി. അങ്ങനെ കുറച്ച് ചെറുനാരങ്ങയൊക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് ബില്ലടിച്ച് ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടി വെച്ചോട്ടോ. ഇനി നേരെ നമ്മുടെ അടുത്ത ലൊക്കേഷനിലോട്ട് പോയി. അടുത്തത് നമ്മുടെ തൊട്ടടുത്തുള്ള ന്യൂഫ്രൽസിലോട്ടാണ് പോയത്. ഇവിടെ നമുക്ക് അവിടെ നിന്ന് കിട്ടാത്ത കുറച്ച് പച്ചക്കറികൾ കിട്ടും. പിന്നെ കൂടാതെ ഇന്ന് എപ്പോഴും നമ്മൾ ചിക്കനും ബീഫൊക്കെ അല്ലേ മേടിക്കുന്നത്. അപ്പോൾ ഇന്ന് വെറൈറ്റിക്ക് നമുക്ക് മീൻ മേടിക്കാൻ പറ്റും. ഇവിടെ ആകുമ്പോൾ നമുക്ക് ലൈവ് ഫിഷസ് കിട്ടും. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ അല്ലാത്ത നമുക്ക് കട്ട് ചെയ്തിട്ടൊക്കെ ഇവർ ഫിഷ് തരും. അങ്ങനെ അവിടെ ചെല്ലുന്നതിന് മുമ്പേ ഞാൻ കുറച്ച് നോൺ വെജ് ഐറ്റംസൊക്കെ ഒന്ന് നോക്കി. മുട്ടയൊക്കെ പല ടൈപ്പിലുള്ള മുട്ടയൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. പിന്നെ ഇതാണ് നമ്മുടെ മീനിൻ്റെ കൗണ്ടർ കേട്ടോ. ഇന്ന് അവിടെ ഉണ്ടായിരുന്ന മീനുകൾ ഇതൊക്കെയാണ്. കിങ് ഫിഷ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലെ തിലൂപ്പിയ, പിന്നെ പോംഫ്രെറ്റ്, ആവോലീൻ്റെ ഷേപ്പിരിക്കുന്ന വേറൊരു വെള്ള മീനുണ്ടായിരുന്നു. ഇത് പിന്നെ ഇവിടുത്തെ ഇവർ ഓൾറെഡി കട്ട് ചെയ്തിട്ട് വെച്ചേക്കുന്ന മീനാണ് കേട്ടോ. ഞാൻ അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ അയക്കൂരയുടെ ഒരു പീസ് എടുത്തായിരുന്നു. പിന്നെ ഞാൻ അവിടെ പോയിട്ട് നമ്മുടെ സ്പാനിഷ് മാക്രൽ ചൂസ് ചെയ്തിട്ട് അവരുടെ അടുത്തൊന്ന് കട്ട് ചെയ്ത് തരാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അവർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വീണ്ടും ഇവിടെയൊക്കെ വന്നൊന്ന് ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എല്ലാം ഒന്ന് കണ്ട് ഇതിനിടയിൽ കണ്ടോ അതിനകത്ത് ജീവനുള്ള മീനുണ്ട്. പക്ഷേ എനിക്കത് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ച മീൻ, സ്പാനിഷ് മാക്രൽ. ഇതിനിവിടെ റേറ്റ് വരുന്നത് $7.99 per LB. അപ്പോൾ ഞാൻ ഒരു മീനെടുത്തു. പിന്നെ അവിടെ ട്യൂണ ചങ്ക്സ് ഉണ്ടായിരുന്നു. ഇങ്ങനെ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരൊറ്റ പീസിന് $4 കണ്ട വില. പക്ഷേ എന്തോ എനിക്കിന്ന് അത് മേടിക്കാൻ തോന്നിയില്ല, ഒരു മൂഡില്ലായിരുന്നു ഗൈസ്. പിന്നെ ഞാൻ വീണ്ടും അവിടെ എല്ലാം ഒന്ന് തെരാപ്പാര നടന്നു, എല്ലാ മീനൊക്കെ ഒന്ന് കണ്ടു. പിന്നെ കുറച്ച് കൊഞ്ചെടുത്തു. എന്നതിന് ശേഷം അപ്പോഴത്തേക്ക് നമ്മുടെ മീനൊക്കെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നേരെ അവിടെ നിന്ന് നമുക്ക് അടുത്ത വേണ്ട സാധനത്തിൻ്റെ അടുത്തോട്ട് പോയി. നമുക്ക് കുറച്ച് ചിക്കനും കൂടെ മേടിച്ച് വയ്ക്കാമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ചിക്കന് നല്ല ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ചിക്കനൊക്കെ എടുത്തു. പിന്നെ ഇവിടെ കൂടുതലായിട്ട് ഇങ്ങനെ ചിക്കൻ്റെ ഓരോ ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ടാണ് കിട്ടുന്നത്. നമ്മൾ മുട്ടയൊക്കെ എടുക്കാൻ പോയാലും മുട്ടയ്ക്കകത്ത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മുട്ടയുണ്ട്. ലാർജ് മുട്ട, ചെറിയ മുട്ട, വലിയ മുട്ട, ചുവന്ന മുട്ട, മഞ്ഞ മുട്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല ടൈപ്പിലുള്ള മുട്ടയുണ്ട്. പിന്നെ വേദോസ് കുറേ നാളായിട്ട് ജ്യൂസ് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പോയി വേദോൻ്റെ ജ്യൂസ് എടുത്തു. പിന്നെ ഞാൻ വീണ്ടും അവിടെ എല്ലാം ഒന്ന് അരിച്ചിട്ടോ. ഈ തപ്പിക്കൊണ്ടിരിക്കുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മാംഗോയുടെ ഫ്രൂട്ട് ഐസ്ക്രീം ഇല്ലേ, അതിവിടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ ഏതൊക്കെയോ വീഡിയോയിൽ കണ്ടു. അത് അവിടെ മൊത്തം ഞാൻ അങ്ങോളം ഇങ്ങോളം നടന്ന് തപ്പിയിട്ടും എനിക്ക് ആ സാധനം കിട്ടിയില്ല. പിന്നെ പോകുന്ന വഴിക്ക് കണ്ട് അവിടെ തേങ്ങ അങ്ങ് എടുത്തു. തേങ്ങ എന്തായാലും നമുക്ക് ആവശ്യമുണ്ടല്ലോ. തേങ്ങ എടുത്തു. എന്നിട്ട് ഞാൻ വീണ്ടും അവിടെ തെരാപ്പാര നടന്ന് തപ്പി. പക്ഷേ ഐ കുഡൻറ്റ് ഫൈൻഡ് ദം. പിന്നെ അവസാനം ഞാൻ വെച്ചെന്നാൽ അവിടെ ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ പിന്നെ ഫൈനലി അവിടെ പോയി നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ എടുത്തു. പിന്നെ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ സൈഡിൽ കുറച്ച് ഫ്ലവേഴ്സ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഫ്ലവേഴ്സ് മാറ്റാനായിട്ടുണ്ട്. പക്ഷേ ഇന്ന് അവിടെയുള്ള ഫ്ലവേഴ്സ് എല്ലാം ഒരുവിധം വാടിയതായിരുന്നു. പിന്നെ അതൊന്നും മേടിക്കാതെ വീട്ടിലേക്ക് അടിച്ച് ഇറങ്ങി പോന്നു കേട്ടോ. ഇനി ഇതെല്ലാ സാധനങ്ങളും വണ്ടിയിൽ പെറുക്കി വെക്കണം. എന്നിട്ട് ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ഡോൾറാമയുണ്ട്. അപ്പോൾ ഡോൾറാമയിൽ നിന്ന് എനിക്ക് നമ്മുടെ നാരങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം മേടിക്കണം. അപ്പം ആ പാത്രം മേടിക്കാൻ വേണ്ടിയിട്ട് പോകണം. അതിന് മുമ്പേ ആദ്യം ഈ സാധനങ്ങളൊക്കെ പെറുക്കി വെച്ച് വണ്ടിക്കകത്തോട്ട് ഇനി ആ ട്രോളിയൊക്കെ തിരിച്ചു കൊണ്ടുവച്ചിട്ട് നമുക്ക് ഡോൾറാമയിലോട്ട് പോകാം. ഡോൾറാമയിലൊക്കെ പോയി കയറിയപ്പോൾ തന്നെ ഞാൻ ആദ്യം കണ്ടത് ഈ സാധനം കേട്ടോ. നമ്മളൊരു കുപ്പി മേടിക്കാൻ വന്നതാണെങ്കിലും അവിടെയുള്ള ബാക്കി സാധനങ്ങൾ നോക്കിയിട്ടൊന്നും നമ്മളോട് ആരും പറഞ്ഞിട്ടില്ലല്ലോ. സ്പെഷ്യലി എനിക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചുമ്മാ ഒന്നും മേടിച്ചില്ലെങ്കിലും ഇതിൽ കൂടെ നടന്ന് എല്ലാം ഒന്ന് കാണുമ്പം ഒരു സന്തോഷം. അങ്ങനെ ഞാൻ വീണ്ടും അതിൽ കൂടെ എല്ലാം നടന്നു. അവിടെ വന്ന പുതിയ സാധനങ്ങളൊക്കെ ഒന്ന് കണ്ട് തൊട്ടും തലോടിയും സന്തോഷിച്ചു കേട്ടോ. പിന്നെ അവിടെ ഒത്തിരി സമയം ഞാൻ കറങ്ങാൻ നിന്നില്ല എന്ന്. കാരണം നമ്മൾ ഓൾറെഡി ലേറ്റായി. ഇതൊക്കെ വരുന്നതിന് മുമ്പേ നമുക്ക് വീട്ടിൽ തിരിച്ചു വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം നമ്മുടെ പാത്രത്തിൻ്റെ സെക്ഷനിലോട്ട് ഓടിയിട്ടു. അവിടെ ചെന്നിട്ട് ഞാനൊരു കുപ്പി മേടിക്കാനാണ് വന്നതെങ്കിലും ഇവിടെയുള്ളൊരു 3-4 പാത്രങ്ങളൊക്കെ കണ്ടപ്പം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ആ ബൗളൊക്കെ നല്ല ക്യൂട്ടായിട്ടിരിക്കുന്ന കുറച്ച് ബൗൾസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 1-2 പാത്രങ്ങൾ അല്ലാത്തതും എടുത്തു. പിന്നെ നമ്മൾ മേടിക്കാൻ വന്ന നാരങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ടുള്ള ബൗളും എടുത്തു. അങ്ങനെ എല്ലാം ചെക്കൗട്ട് ചെയ്ത് നേരെ വണ്ടിയിൽ വന്ന് കയറിയിട്ടോ.
വീട്ടിലെത്തി ഗൈസ്. ഞാൻ ഇവിടുന്ന് പോയപ്പം സമയം 11 മണിയായിരുന്നു തോന്നുന്നു. ഇപ്പം 2 മണി. അങ്ങനെ 3 മണിക്കൂറത്തെ ഷോപ്പിങ്ങിന് ശേഷം ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാധനങ്ങളെല്ലാം പെറുക്കി വീട്ടിൽ കൊണ്ടുപോകണം. കമോൺ ലെറ്റ്സ് ഗോ. അപ്പം എവിടെ തുടങ്ങണം എന്നൊരു പിടുത്തമില്ലെങ്കിൽ ആദ്യം നമുക്ക് നമ്മുടെ സാധനങ്ങൾ തള്ളിക്കൊണ്ട് വന്ന സാധനം എടുത്ത് വെക്കാം. ദിസ് ഈസ് വാട്ട് ഐ യൂസ് ടു തള്ളത്തെ സാധനം. ഇതിനെ ആദ്യം നമുക്ക് ഇവിടെ വെച്ചിട്ടങ്ങ് നോക്കാം. ഇനി നമുക്ക് സാധനങ്ങളൊക്കെ അതിനകത്തോട്ട് പെറുക്കി വെച്ചതിന് ശേഷം നമുക്ക് വണ്ടിക്കകത്ത് നമ്മുടെ ലിക്വിഡ് തീർന്നേക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ വാഷിംഗ് ഫ്ലൂയിഡ് ഞാനിന്ന് ഷോപ്പിങ്ങിന് പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണിത്. സാധാരണ ഇതൊക്കെ രാഹുൽ ഒഴിച്ചു തരുമായിരുന്നു. ഇന്ന് രാഹുൽ ഇല്ലാത്ത കാരണം ഞാൻ തന്നെ ഒഴിച്ചൊന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. എന്നാലും ഫോണിൽ കൂടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എടുത്തിട്ടാട്ടോ ഒഴിക്കുന്നത്. അങ്ങനെ അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞു. പിന്നെ ഇനി നമ്മുടെ അടുത്ത ടാസ്ക് ഈ സാധനങ്ങളെല്ലാം ചുമന്ന് മേലോട്ട് കൊണ്ടുവന്നു കേട്ടോ. ഈ വണ്ടി ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇതിനകത്ത് നമുക്ക് സാധനങ്ങളെല്ലാം ഇങ്ങനെ വെച്ചിട്ട് വലിച്ചുകൊണ്ട് പോകാം. നമ്മൾ കഷ്ടപ്പെട്ട് ചുമന്നുകൊണ്ട് പോകേണ്ട കാര്യമില്ല. അപ്പം ഞാൻ വീട്ടിലെത്തി ഗൈസ്. ഇനി നമുക്ക് സാധനങ്ങളെല്ലാം പെറുക്കി വെക്കണം. കമ്മോൺ ലെറ്റ്സ് പെറുക്കാം. അപ്പോൾ എന്നേക്ക് ഇത്രയേ ഉള്ളൂ. സീ യു ഇൻ അനദർ വീഡിയോ.